എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഡിസംബർ 4 തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം സജീവമാകും. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഓരോ താലൂക്കിലേക്കും ലഭിക്കുന്ന അരി വിഹിതങ്ങളിലെ തോത് അറിഞ്ഞിട്ടുണ്ട്. അതായത് മട്ടരി, പച്ചരി, പുഴുങ്ങലരി ഇങ്ങനെ 3 വിധം അരിയാണ് മൊത്തം ലഭിക്കുന്ന അരിയിൽ ലഭിക്കുക. ഇത് എങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ ഒരു സാധ്യതയാണ് ഇനി പറയുന്നത്. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന അരിയുടെ ഇനത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. അത് പല താലൂക്കിലും അത് വ്യത്യാസപ്പെട്ടിരിക്കാം. എൻ്റെ താലൂക്കിൽ ലഭിക്കുന്ന കണക്ക് ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്. ഓരോ താലൂക്കിലും അതായത് സ്റ്റോക്കിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകാം. മഞ്ഞ റേഷൻ കാർഡിൽ 30 കിലോ അരി ലഭിക്കുന്നതിൽ 10 കിലോ പുഴുങ്ങലരി, 5 കിലോ പച്ചരി, 15 കിലോ കുത്തരി എന്നിങ്ങനെയാണ് എൻ്റെ താലൂക്കിൽ ലഭിക്കുന്നത്. PHH പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ അരിയാണ് ലഭിക്കുന്നത്. ഇതിൽ 1 കിലോ പുഴുങ്ങലരി, 1 കിലോ പച്ചരി, 2 കിലോ കുത്തരി എന്നിങ്ങനെയാണ്. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരിയാണ്. അത് എൻ്റെ താലൂക്കിൽ 1 കിലോ പുഴുങ്ങലരി, പച്ചരി ഇല്ല, 1 കിലോ കുത്തരി. NPNS വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരിയാണ് ആകെ ലഭിക്കുന്നത്. അതിൽ 4 കിലോ പുഴുങ്ങലരി, പച്ചരി ഇല്ല, 2 കിലോ കുത്തരി ഇങ്ങനെയാണ് ലഭിക്കുന്നത്. നീല റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരി അതായത് റേഷൻ കടകളിലെ സ്റ്റോക്ക് അനുസരിച്ച് ഏത് ഇനം അരിയും ലഭിക്കുന്നത്. എന്തായാലും റേഷൻ കടകളിലേക്ക് സ്റ്റോക്കുകൾ പൂർണ്ണമായിട്ടും എത്തുന്നതേ ഉള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കുക. നവംബർ മാസത്തിൽ പല സ്ഥലങ്ങളിലും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള ആട്ട, മഞ്ഞ റേഷൻ കാർഡുകാർക്കുള്ള പഞ്ചസാര ലഭിച്ചിട്ടില്ല എന്നുള്ള കമൻറ്റുകൾ കാണാനിടയായിട്ടുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ അവസാന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക. തൊട്ടടുത്തുള്ള റേഷൻ കട സന്ദർശിച്ച് അവിടെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗിച്ച് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ മാസത്തെ സപ്ലൈകോ വിഹിതങ്ങളുടെ കാര്യമാണ് കഷ്ടം. ഇപ്പോഴും സാധനങ്ങളൊന്നും സപ്ലൈകോയിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അരി, പഞ്ചസാര തുടങ്ങിയ കുറച്ചിനം മാത്രമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും 10 ദിവസം കഴിയുമ്പോഴേക്കൊക്കെ കുറച്ചും കൂടി സാധനങ്ങൾ സപ്ലൈകോയിൽ വരാൻ സാധ്യതയുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ 13 സബ്സിഡി സാധനങ്ങൾ മുഴുവൻ ലഭിച്ചിട്ടില്ല എങ്കിലും കുറച്ചെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് സഹകരണ വകുപ്പ് ക്രിസ്മസ് ചന്തകൾ തുടങ്ങും. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോഴൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും അത് ലഭിക്കുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ്. സംസ്ഥാനത്തെ തിരുവനന്തപുരത്തും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ക്രിസ്മസ് ഫെയറുകളും ഉണ്ടാകും. ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. എന്തായാലും ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത്. അരിയുടെ വിഹിതങ്ങൾ ഇങ്ങനെയാണ് ലഭിക്കുക. റേഷൻ കടയിൽ സ്ഥാപിച്ചിട്ടുള്ള തെളിമ ബോക്സ് ഇനി കേവലം 10 ദിവസം കൂടിയാണ് ഉണ്ടാകുക. അത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.